എന്നെന്നും ഹൈറൂൻ്റെ സ്റ്റോറി ആൻഡ് പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ, നിർമ്മാണം VFF ക്രിയേഷൻസ്. എൻ്റെ പെങ്ങള് വന്നോ? വരുവേം ചെയ്തു. അവളുടെ കൂടെ നിൽക്കുന്നത് കാണുകയും ചെയ്തു. ആണോ? എന്നിട്ട് തിരുമേനി മുഖം കാണിക്കാൻ പോയോ? ഇല്ല. എന്നാ ഞാനങ്ങട് ചെല്ല് കിട്ടുന്നത് കയ്യോടുകൂടി വാങ്ങിച്ചു. കൂടാ ക്യാബിനിൽ എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കണ്ണിന് മുന്നിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചെറിയാൻ തോന്നുക. മെയ് കമ്മിങ് മാഡം. ആരെന്നറിയാൻ മുഖമുയർത്തി നോക്കി. സാദിയാണെന്ന് കണ്ടതും കിറികൊട്ടി ഞാൻ മുഖം തിരിച്ചു. അനുവാദം കിട്ടാതായതും പിന്നൊന്നും നോക്കാൻ സാദി അകത്തേക്ക് കയറി. എൻ്റെ മുന്നിലെ ചേരിൽ വന്നിരുന്ന് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. സാദി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഞാൻ. ഹൈറൂ, ആ പെണ്ണ് ഇങ്ങോട്ട് ഇടിച്ചു കയറി ഓവർ സ്മാർട്ട് കാണിക്കുന്നതിന് ഞാൻ എന്നാ ചെയ്യാനടി? ഒരു ഓഫീസാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പോട്ടടി വിട്ടുകള. എത്ര ദിവസം കൂടി ഒന്ന് കാണുന്നതാ. സാദിഖ്, പുതുതായി വന്ന ട്രെയിനിസിനെ എനിക്കൊന്ന് കാണണം. അവരോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറയൂ. ഹൈറൂ പ്ലീസ്. എന്നെ ഒന്ന് നോക്കി സാദി ഇറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം അവരെല്ലാം വന്നെന്നെ കണ്ടു. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നു അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വാതിലിൽ ആരോ നോക്ക് ചെയ്യുന്നത്. മേ കമ്മിങ് മാഡം? യെസ് മാഡം, മാഡത്തിനൊരു വിസിറ്റർ ഉണ്ട്. ആരാ? അറിയില്ല, മാഡത്തിന് നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, വരാൻ പറയും. 5 മിനിറ്റിന് ശേഷം ക്യാബിൻ്റെ ഡോറിൽ ആരോ തട്ടി. യെസ്. ഫയലിലേക്ക് കണ്ണു നട്ടിരുന്ന് ഞാൻ വന്നയാളെ ശ്രദ്ധിച്ചില്ല. ഫയലിൽ നിന്ന് മുഖമെടുക്കാതെ തന്നെ അയാളോട് ഞാൻ ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചു. നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് വന്നയാളെ നോക്കിയതും ഇരുന്നിടത്തു നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ഷിയാസ്. ഹൈറൂ റിലാക്സ്. ഞാൻ തന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. തന്നോടൊന്ന് സംസാരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് തന്നെ കാണാൻ വന്നത്. ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും ഞാൻ പോയി ടേബിളിൽ നിന്ന് വെള്ളമെടുത്ത് ഒറ്റ വഴിക്ക് കുടിച്ചു. ഹൈറൂ, നിങ്ങൾ പോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കും. എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കും പ്ലീസ്. നിങ്ങളോടെ പോവാൻ പറഞ്ഞ്. പുറത്തേക്ക് പോവാൻ. അയാൾ പോവാനുള്ള ഉദ്ദേശമൊന്നുമില്ലാത്തത് കണ്ടതും ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കാനായി. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ വീണ്ടും വരും. എനിക്ക് പറയാനുള്ളത് താൻ കേൾക്കുന്നത് വരെ ഞാൻ തന്നെ കാണാൻ വരും. അത്രയും പറഞ്ഞയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നിന്ന നിൽപ്പിൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. പിന്നെ എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാർ ഓടിക്കുമ്പോഴും എൻ്റെ ചിന്ത അയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു. അയാൾ എന്തിനായിരിക്കും എന്നെ വീണ്ടും പിന്തുടരുന്നത്? എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ലാവും. ആലോചനകൾ അങ്ങനെ കാട് കയറുമ്പോഴും 2 പ്രാവശ്യം വണ്ടി കയ്യിൽ നിന്നും പാളിപ്പോയി. ഭാഗ്യം സംഭവിച്ചില്ല. ചിന്തകൾക്കെല്ലാം തൽക്കാലം വിശ്രമം കൊടുത്ത് ഞാൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. പതിവിലും നേരത്തെയാണ് വീട്ടിലെത്തിയത്. ഞാൻ ചെല്ലുമ്പോൾ ലൈല മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അയാന് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നെ കണ്ടതും എന്താ പറ്റിയതെന്ന് ചോദിച്ച് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഷിയാസ് തന്നെ കാണാൻ വന്നത് തൽക്കാലം പറയണ്ടായെന്ന് കരുതി ഒന്നുമില്ലെന്ന് അവളെ കണ്ണടച്ച് കാണിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് പോന്നു. മനസ്സിനൊരു സുഖവും തോന്നിയില്ല. നേരെ ചെന്ന് ഡ്രസ്സ് മാറി ഒന്ന് പോയി കിടന്നു. ചിന്തകൾക്കിടയിൽ എപ്പോഴോ ഞാനൊന്ന് മയങ്ങിപ്പോയി. എഴുന്നേൽക്കുമ്പോൾ സമയം 3 മണി കഴിഞ്ഞു. പതിയെ ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. മോളെന്താ ഇന്ന് നേരത്തെ വന്നേ? അവിടെ ഇരുന്നിട്ട് ഒരു ഉന്മേഷവും തോന്നിയില്ല ഉമ്മച്ചി. ആകെ ഒരു വല്ലായ്ക പോലെ. ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല. കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ലൈല എന്തി? അവൾ റൂമിൽ കാണും. വാപ്പിച്ചി എവിടെ പോയി? അറിയില്ല. ഓഫീസിലേക്കൊന്നും വന്നില്ലേ? ഇല്ല. ഇനി ഞാൻ പോകുന്നതിന് ശേഷം വന്നോന്നറിയില്ല കേട്ടോ. ഊണ് കഴിഞ്ഞതും ഞാൻ പുറത്തേക്ക് പോകാനൊന്ന് റെഡിയായി. ഉമ്മച്ചി, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. എവിടേക്കാ മോളെ? ജെസ്സിയെ ഒന്ന് കാണാൻ. വന്നിട്ട് അവളുടെ അടുത്തൊന്നും ഇതുവരെ പോയില്ലല്ലോ. പോയിട്ട് വേഗം വരണം. ആ. അന്ന് അവൾക്കും കുഞ്ഞിനും വാങ്ങിച്ചതെല്ലാം എടുത്ത് കാറിൽ വെച്ചു. പോകുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സും ബേക്കറീസും ഒക്കെ വാങ്ങി. വീടിന് മുന്നിലെത്തിയതും അതുവരെ ഇല്ലാത്തൊരു ചമ്മൽ. സാദി എങ്ങാനും ഉണ്ടാകുമോ? ഏയ്, കാണാൻ വഴിയില്ല. എന്നാൽ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് സാദിയത വീടിൻ്റെ ഇറയത്തിരിക്കുന്നു. ലഞ്ച് ടൈമിൽ അവളെ അന്വേഷിച്ചപ്പോഴാണ് അവൾ വീട്ടിലേക്ക് പോയി എന്ന് സെക്യൂരിറ്റി പറഞ്ഞത്.
പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാനും ഇറങ്ങി. അൻവർ കളിയാക്കിയാലും വേണ്ടില്ല, രാത്രി അവളെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്നെ കണ്ടതും അവൾ ചുണ്ടുകൊട്ടി മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചു. ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ അവളെ നോക്കി. അവൾക്കും ചിരി വരുന്നുണ്ട്, പക്ഷെ ചിരിക്കില്ല എന്ന വാശി നിൽക്കാണ്. എന്താ? എന്ത്? അല്ല, എന്തിനാ വന്നേ? അത് ഞാൻ ജെസ്സിയെ കാണാൻ വന്നതാ. ഓ ആയിക്കോട്ടെ. ജെസ്സി? ആരായിക്ക? അവൾ സിറ്റ് ഔട്ടിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ കണ്ണുകൊണ്ട് മുറ്റത്തേക്ക് കാണിച്ചു കൊടുത്തു. ഹൈറു, ജെസ്സി വാ, നീ എന്താ മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് കരുതുന്നു. ഓഫീസിലെ ഓരോ തിരക്ക് കാരണം സാധിച്ചില്ല. നിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ. കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിയാവുമായിരുന്നു. മോനെവിടെ? ഉറങ്ങാടി, നീ അകത്തേക്ക് വാ. ആളങ്ങനെ ഒരുപാട് നേരമൊന്നും ഉറങ്ങില്ല. 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും എഴുന്നേക്കും. അത്രയും നേരം നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നെ നോക്കി കിറികൊട്ടി കാണിച്ചവൾ അകത്തേക്ക് പോയി. കാന്താരി, അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ജെസ്സി ഏതായാലും ചാക്കിട്ട് നോക്കാം. ജെസ്സിയും കുഞ്ഞിനെയും കണ്ടു. നല്ല മിടുക്കൻ മോൻ, അജ്വദ് അമാൻ, നല്ല പേര്. ഉമ്മയോടും ജെസ്സിയോടും കുറേ നേരം സംസാരിച്ചിരുന്നു. ഉമ്മയുടെ സ്പെഷ്യൽ ചായയും കോഴിക്കട്ടയും ഒക്കെ കഴിച്ചു. അവൾക്കും കുഞ്ഞിനും വാങ്ങിയതൊക്കെ അവളെ ഏൽപ്പിച്ചു. സാദിയെ പിന്നെ അവിടേക്കൊന്നും കണ്ടില്ല. ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. എവിടെ, ഇപ്പോൾ പുള്ളി ജാടയിടുവാന്ന് തോന്നുക. എൻ്റെ വെപ്രാളവും കണ്ണുകൊണ്ടുള്ള പരതലും കണ്ടിട്ടാവണം. മതി മോളെ തല കറക്കിയത്. ആളെ റൂമിലുണ്ട്. ഉമ്മ കുളിക്കാൻ പോയേക്കാം. ഉമ്മയുടെ കുളി കഴിയാൻ സമയമെടുക്കും. വേഗം പോയിട്ട് വാ. താങ്ക് യു ഡി മുത്തേ. എന്തിനാ മോളെ എത്ര ആക്രാന്തം? കുറുമ്പൊന്നും കാണിക്കില്ലേ? പൊടി. ഉവ്വ, ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കും കേട്ടോ. എന്നാൽ നിന്നെ ഞാൻ തട്ടും. ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ സാധ്യ റൂമിൽ കണ്ടില്ല. ഇതെങ്ങോട്ട് പോയി? അത് ചിന്തിക്കാൻ അവസരം കിട്ടും മുന്നേ പിറകിൽ വാതിലടയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിക്കൽ കൈ മാറിൽ പണിച്ചു കെട്ടി എന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ മോനെ ഉദ്ദേശം? അല്പം ഗൗരവത്തോടെ തന്നെ ഞാൻ ചോദിച്ചു. ഒരു ഉദ്ദേശം മാത്രം. ഉവ്വ. സാദിയൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഞാൻ വേഗം മുഖം വെട്ടിച്ചു. ഹൈറു. സാദി എനിക്ക് അരികിൽ വന്ന് എൻ്റെ മുഖം സാദിയുടെ നേർക്ക് തിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ ഞാൻ സാദിയുടെ കൈ തട്ടി മാറ്റി. ഞാൻ ആ കട്ടിലിൽ പോയിരുന്നു. എന്താ ഹൈറു നിൻ്റെ പ്രശ്നം? എനിക്ക് എത്രയും പെട്ടെന്ന് സാദിയുടെ മാത്രമാണ്. നമ്മുടെ വിവാഹം ഉടനെ വേണം. എനിക്ക് പേടിയ സാദി. ഇനിയും സാദി എനിക്ക് നഷ്ടപ്പെടുമെന്ന്. ഞാൻ ചിലപ്പോൾ രണ്ടാം തരക്കാരിയായി പോയാലോ? നീ എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടുന്നത്? അവൾ വന്ന് എൻ്റെ മുന്നിൽ കുറേ ഷോ ഇറക്കിയ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുമോ? നീ വേറൊരാൾക്ക് സ്വന്തമായിരുന്നപ്പോൾ പോലും മാറി ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ഇപ്പോൾ? എന്തിനാ ഇങ്ങനെ ചങ്ക് പിടയ്ക്കുന്നത് എൻ്റെ കൽബേ? ഞങ്ങൾ 4 വഴിക്കും അവനെ അന്വേഷിക്കുന്നുണ്ട്. ബന്ധം കഴിഞ്ഞാൽ പിന്നെ വൈകില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ വിവാഹം ഉറപ്പ്. പോരെ? ക്യാൻ യു കിസ് മീ സാദി? പ്ലീസ്. ഇതിനൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ചോദിച്ച് സാദി എന്നെ കട്ടിലിലേക്ക് തള്ളിയിട്ട് സാദി എനിക്ക് അരികിലായി വന്നിരുന്നു. എന്താ ഇത്? സാദി കേട്ടത് മാറിപ്പോയി. ഞാനൊരു ഉമ്മ തരുമെന്നാണ് ചോദിച്ചത്. ആണോ? എൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നിട്ട് സാദി എന്നെ സാദിയുടെ നേർക്ക് ചെരിച്ചു കിടത്തി. അതെനിക്ക് മനസ്സിലായി. ഇയാളുടെ ഒരു ഇൻട്രോയും എന്നെ ബെഡിലേക്ക് തള്ളിയിടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഞാൻ പറഞ്ഞത് മാറിപ്പോയോ എന്ന് എനിക്ക് തന്നെ സംശയമായി. എന്നെ പീഡിപ്പിക്കാനാണോ ഞാൻ പറഞ്ഞതെന്നായിപ്പോയി. നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകൾ തട്ടിമാറ്റി ഞാൻ എഴുന്നേറ്റു. അതത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല സാദി. ഒരുത്തൻ്റെ പീഡനം ഞാൻ സഹിച്ചതല്ലേ 1.5 കൊല്ലത്തോളം. ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും അല്ലാത്ത ബന്ധം എത്ര ഭയാനകമാണെന്നറിയോ? എന്നെ സാദിയുടെ അടുത്തേക്ക് തന്നെ ചേർത്ത് കിടത്തിയിട്ട് എൻ്റെ കണ്ണുനീർ തുടച്ചു തന്നു. ഹൈറു, എന്നെ നോക്ക് നീ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അങ്ങനെ സ്വന്തമാക്കണമെങ്കിൽ എന്നേ എനിക്കാവായിരുന്നു. അവൻ പോലും നിന്നെ അറിയുന്നതിന് മുന്നേ ഒരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യം പോലും എനിക്ക് വേണ്ടി വരില്ലായിരുന്നു. ശരിയല്ലേ?
പിന്നെ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യൂ? സാദി എന്നെ സാദിയിലേക്ക് ഒന്നുകൂടി ചേർത്തു കിടത്തി നെറ്റിയിലൊരു മുത്തം തന്നു. അതരങ്ങൾ അവയുടെ ഇണയെ തേടി മുഖത്തുകൂടി മെല്ലെ ഒഴുകി. അതരങ്ങൾ ബന്ധനം തീർത്തപ്പോൾ സാദി എന്നെ സാദിയിലേക്ക് ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി. ദീർഘചുംബനത്തിനു ശേഷം എൻ്റെ അതരങ്ങൾ മോചിപ്പിച്ചപ്പോൾ സാദിയെ നോക്കാനാവാതെ ഞാൻ തിരിഞ്ഞു കിടന്നു. എന്നാൽ സാദി എന്നെ ഒന്നുകൂടി സാദിയിലേക്ക് ചേർത്ത് പിടിച്ച് എൻ്റെ പിൻകഴുത്തിലായി ചുണ്ടുകൾ അമർത്തി കാതോരം വന്ന് മെല്ലെ വിളിച്ചു, ഹൈറു. ഇനിയും വേണോ? സാദി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അതിനെന്ത് നിനക്ക് ഇത്ര മുഖവുര? ഞാൻ ആദ്യം ആരോടും പറയണ്ട എന്നാ കരുതിയ, പിന്നെ തോന്നി സാദിയോട് പറയാമെന്ന്. സാദി വേഗം എഴുന്നേറ്റ് എന്നെ എഴുന്നേൽപ്പിച്ച് സാദിയുടെ നേർക്കിരുത്തി. എന്താ പ്രശ്നം? എന്തായാലും കാര്യം സീരിയസ് ആണ്, അതെനിക്ക് മനസ്സിലായി. സാദി, എനിക്കിന്നൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. ആര്? ഷിയാസ്. അവനോ? അവനെന്തിനാ നിന്നെ കാണാൻ വന്നത്? അറിയില്ല. എവിടെയാ? ഓഫീസിൽ. രാവിലെ ഓഫീസിലാണ് വന്നത്. എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പോയി. അയാൾ വീണ്ടും വരുമെന്നാ പറഞ്ഞ്. എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. ഛേ, നീ എന്താ അപ്പോൾ തന്നെ ഞങ്ങളെ ആരെയും വിളിക്കാതിരുന്നത്? അയാളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഇരുന്നിടത്ത് നിന്നൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല സാദി എനിക്ക്. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കും? അയാൾ പോയി കഴിഞ്ഞ് ഏറെ നേരത്തിന് ശേഷം ഞാനൊന്ന് റിലാക്സ് ആയതുപോലും. ഇനിയും ആവും നിന്നെ കാണാൻ വരാതിരിക്കില്ല. അപ്പോൾ ഇതുപോലെ നീ ഷൈ ആവരുത്. ഞങ്ങൾക്ക് ആ പഴയ ഹൈറൂനിയാണ് വേണ്ടത്. പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളെ മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് പതറിപ്പോയി. ശരിയാ, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ സാദി, നേരെ ഒരുപാടായി. സന്ധ്യക്ക് മുന്നേ വരണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. അവൾ ഇറങ്ങിയ ഉടനെ ഞാൻ അൻവറിനെയും ദീപുവിനെയും അലക്സിനെയും കോൺഫറൻസ് കോളിൽ വിളിച്ചു. ഇന്ന് ഷിയാസ് അവളെ കാണാൻ വന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ വാർത്ത കേട്ടതും എല്ലാവർക്കും ദേഷ്യം ഉച്ചസ്ഥായിയിൽ വന്നു. ഹോ, എന്നാലും അവൻ വന്നിട്ട് പോയത് നമ്മൾ അറിയാതെ പോയല്ലോ. അതാണ് എനിക്കും വിഷമം അലക്സ്. എന്നാലും എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റ് കേട്ടോ. എന്താടാ ദീപു? അതല്ല അൻവറെ, അവൻ്റെ ഹൈറൂനോടുള്ള പരാക്രമമൊക്കെ വെച്ച് അവൻ്റെ റീ എൻട്രി കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ആയിട്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതൊരുമാതിരി ഒളിച്ചും പാത്തും. ഇനി എന്താടാ സാധി ചെയ്യണ്ടേ? അവൻ ഇനിയും വരുമെന്നല്ലേ പറഞ്ഞേ? വരട്ടെ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? നമുക്കൊന്ന് ഇറങ്ങിയാലോ? വേണ്ട, നമ്മളായിട്ട് വേണ്ട. അവൻ വരും, വരാതെ എവിടെ പോവാൻ? നെച്ചുവിൻ്റെ കാര്യമാണ്. അവൾ അതൊക്കെ ഒന്ന് മറന്ന് പഴയ പ്രസരിപ്പൊക്കെ ഒന്ന് വന്നു തുടങ്ങിയതായിരുന്നു. ദേ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ തേനി പോയി നോക്കിയ തോട്ടം അവളുടെ പേർക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത ആഴ്ച ഞങ്ങൾ പോവാനിരിക്കുകയാണ്. അത് വേണ്ട, സാദി ഹൈറും കൂടി പോയിട്ട് വാ. അവളുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവുകയും ചെയ്യും. ശരിയാ, അത് നല്ലതാ. നിങ്ങൾ തനിച്ചൊരു യാത്ര ഇപ്പം എന്തുകൊണ്ടും നല്ലതാ. എന്നാൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട, നാളെ തന്നെ പുറപ്പെട്ടോ. നാളെ ഫ്രൈഡേ, 2 ദിവസം അവിടെ തങ്ങി മൺഡേ രജിസ്ട്രേഷനും കഴിഞ്ഞ് മടങ്ങാം. എന്തു പറയണ്ട സാദി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹൈറൂനോട് ചോദിക്കും, അവൾ സമ്മതിക്കും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കാത്തിട്ടെന്ന വണ്ണം വാപ്പച്ചിയും അമ്പും ഹാളിൽ തന്നെയുണ്ട്. അവരെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ഞാനൊരു മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നു. കണ്ണിമ വെട്ടാതവനെ കാണാൻ എന്തൊരു മൊഞ്ചാണ്, കനകാംബരമാമുഖമോർത്തു കിടക്കാൻ എന്തൊരു ബഹറാണ്, ഈ കണ്ണിമ വെട്ടാതവനെ കാണാൻ എന്തൊരു മൊഞ്ചാണ്.
ഹൈറു, എന്താ വാപ്പച്ചി? നിനക്കിന്ന് ആരെങ്കിലും ഓഫീസിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നോ? എന്തി ഷിയാസ് നിന്നെ കാണാൻ വന്നില്ലേ? അതോ വാപ്പച്ചി വന്നായിരുന്നു. എന്നിട്ട് എന്താ മോൾ ആരോടും പറയാഞ്ഞത്? ഞാനും പെട്ടെന്ന് ഷോക്കായിപ്പോയി വാപ്പച്ചി, അതാ. ഇനി എന്തിനുള്ള പുറപ്പാടായിട്ടാണാവോ അവൻ്റെ വരവ്? മോളെന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നൊന്ന് മാറിയിക്ക്. എവിടേക്ക്? തേനിക്ക്. അവിടെ ഒരു തോട്ടവും ബംഗ്ലാവും നോക്കി വില പറഞ്ഞത് മോക്കറിയാലോ. അത് രജിസ്റ്റർ ചെയ്യണം. അടുത്ത ആഴ്ചയാണ് രജിസ്ട്രേഷൻ. അപ്പം മോൾ നാളെ തന്നെ പുറപ്പെട്ടു. മോളുടെ പേർക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നത്. വാപ്പച്ചി, അത് മോളൊന്നും പറയണ്ട. മോൾ നാളെ തന്നെ പോകാൻ റെഡി ആയിക്കും. അവിടെ ബംഗ്ലാവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. എനിക്കാകെ ദേഷ്യം വന്നു. ഇനി സാധ്യയെ കാണാതെ ഒരാഴ്ചത്തോളം ഞാൻ റൂമിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടക്കാൻ തുടങ്ങി. എന്താ നെച്ചു, അത്താഴം കഴിഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ മോൾ ഇപ്പോഴേ അരക്കാതെ നടക്കുന്നത്? ദേ അമ്പു, അയാൾ വന്ന് ചൂടോടുകൂടി വാപ്പിച്ചിയുടെ കാതിലെത്തിച്ചത് അമ്പു ആയിരിക്കും അല്ലേ? അതിലോ അമ്പു, ഞാനുണ്ടല്ലോ. എന്താ ഹൈറു നിന്റെ പ്രശ്നം? അതൊന്നുമില്ല ലൈല. പിന്നെന്താ? ഒന്നുമില്ല. അപ്പം പിന്നെ നാളെ പോവല്ലേ തേനിക്ക്? എനിക്കും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തിയേ? സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവണ്ടെന്ന് എനിക്ക് തോന്നി. കട്ടുറുമ്പോ? എൻ്റെ നെച്ചു, നീ തേനിക്ക് പോകുന്നത് രജിസ്ട്രേഷന് മാത്രമല്ല, ഇപ്പോഴത്തെ ടെൻഷനൊക്കെ മറന്നൊന്ന് എൻജോയ് ചെയ്യാനാ. പിന്നെ നീ തനിച്ചല്ല പോകുന്നത്, നിനക്ക് കൂട്ടിന് സാധ്യതയുണ്ട്. പോയി അടിച്ചു പൊളിച്ചു വാ. പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നു. രാവിലെ തന്നെ പുറപ്പെടാനുള്ളതാണ്. അത്യാവശ്യം വേണ്ടതൊക്കെ ഇപ്പം തന്നെ പാക്ക് ചെയ്ത് വെച്ചോ. ലൈല, നീയും കൂടി അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നിൻ്റെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ ഇതൊക്കെ മറക്കാതെ എടുത്തു വയ്ക്കണം കേട്ടോ. പിന്നെ ഫോണിൻ്റെ ചാർജർ ഒന്നും മറക്കരുത്. പിന്നെ ലാപ്ടോപ്പ്, ഡ്രസ്സ് ഒരാഴ്ചത്തേക്ക് എടുത്തോ. ക്യാഷ് അത് നേരത്തെ സെറ്റിൽ ചെയ്തതാ. അതിൻ്റെ പേപ്പേഴ്സൊക്കെ രാവിലെ ഞാൻ നിൻ്റെ കൈ തരാം. പിന്നെ ഒന്നുമില്ല, ഇക്ക പോയേ, ഞങ്ങളിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ദേ, സംസാരിച്ചിരുന്ന് നേരം കളയാതെ വേഗം ഒക്കെ എടുത്തു വെച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. അമ്പ് പോയതു. എടീ, കോളടിച്ചല്ല. നിന്റെയൊക്കെ ഒരു യോഗം, എൻ്റെ പൊന്നോ. ഒന്ന് പോടി. അയാനെന്തി? അവനും ഉറക്കം പിടിച്ചു. പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വെച്ച് എന്തും ആവാന്ന് വെക്കരുത് കേട്ടാ. അവിടെ ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാന്നാ കേട്ടെ. പൊടി. ഇങ്ങനെ ചീത്ത പറയല്ലേടി, എൻ്റെ ചെവി അടിച്ചു പോയി. ഊണ് കഴിഞ്ഞ് വേഗം പോയി കിടന്നു. എവിടെ നിന്ന് ഉറക്കം വരാൻ? സാധ്യ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ചിലപ്പോൾ ഉറങ്ങിക്കാണും. തിരിഞ്ഞും മറിഞ്ഞും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. 7 മണി കഴിഞ്ഞപ്പോഴേക്കും സാദി വന്നു. സാദിയും അമ്പുവും കൂടി ലഗേജ് എല്ലാം എടുത്തു വെച്ചു. അൻവർ, എന്ന് ഞങ്ങൾ പോയിട്ട് വരാം. അമ്പു സാദിയെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി. എല്ലാവരോടും യാത്ര ചോദിച്ച് സാദി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വാപ്പച്ചി, ഉമ്മി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ലൈല, സന്തോഷമായിട്ട് പോയിട്ട് വാടി. മാമിയുടെ മുത്തേ. അയാനെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. അമ്പു, പോയി എൻജോയ് ചെയ്ത് വാടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ സ്വപ്നസുന്ദരമായ യാത്രയിലേക്ക്. കാർ മുന്നോട്ട് നീങ്ങി തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല. ഹൈറോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സാദി. നമ്മളൊരുമിച്ച് ഇങ്ങനൊരു യാത്ര ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്കിലും ഇത്ര പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും. സാദി മുമ്പത്തെ എനിക്ക് പോയിട്ടുണ്ടോ?
ഉം, ഒരു തവണ. ഇപ്പോൾ ഒന്നുമല്ല, കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. മുന്തിരിയാണ് അവിടുത്തെ പ്രധാന കൃഷി. ആ, ഇപ്പോൾ വാങ്ങാൻ പോകുന്ന തോട്ടവും മുന്തിരിയുടെയാണ്. എത്ര ഏക്കറാണെന്ന് അൻവർ പറഞ്ഞത്? 70 എന്തോ ആണെന്ന് തോന്നുന്നു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. കമ്പം തേനി, നിഷ്കളങ്കതയുടെ പൊൻകിരണങ്ങളെ ആത്മാവിലേക്ക് ഒഴുക്കിവിടുന്ന കമ്പം തേനി. നിറയെ കൃഷിസ്ഥലങ്ങളാണ് അവിടെ. ഓരോ കൃഷിയിടവും ചിറക് വിരിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി തോന്നി. കുമളിയിൽ നിന്നും ചുരമിറങ്ങി വരുമ്പോൾ കാണാം കമ്പം തേനി സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ. അതൊരു കാഴ്ച തന്നെയാണ്. അതുവഴി പോകുന്നവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഒട്ടും മടിച്ചില്ല, ഞങ്ങളും അവിടെ ഇറങ്ങി. ഒരു സെൽഫിയല്ല, ഒരു 10 സെൽഫി തന്നെ ഞങ്ങൾ എടുത്തു. ഉച്ചയോടെ ഞങ്ങൾ ചുരമിറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അങ്ങോട്ട് കമ്പം. തേനിയിലേക്കുള്ളത് പിന്നെ ഒരു ഒറ്റ റോഡാണ്. മുന്നോട്ട് പോകുന്തോറും ഇരുവശങ്ങളിലും പഴുത്തു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടങ്ങളും കാണാം. മെയിൻ റോഡിൽ നിന്നും കുറച്ചുള്ളിലേക്ക് യാത്രയുണ്ട്. എന്നാലും റോഡ് നല്ലതാണ്. സാദി, ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ട, ഞാൻ ഈ യാത്ര ആസ്വദിക്കുകയാണ് ഹൈറു. നല്ല വട്ട് തന്നെ. ദാ അവിടെ ചായക്കട കാണുന്നുണ്ട്, നമുക്കൊരു ചായ കുടിക്കാം. ശരിയാ, ആ ക്ഷീണം ഒന്ന് മാറിക്കിട്ടും. അപ്പം ക്ഷീണമൊക്കെ ഉണ്ടല്ലേ? ചെറുതായിട്ട്. എന്നാലും ലോങ് ഡ്രൈവ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഉവ്വ, അമ്പു വിളിച്ചിരുന്നോ? ഇല്ല, എന്നെ വിളിച്ചില്ല. റേഞ്ച് പ്രോബ്ലം ആയിരിക്കും, അതാ. ചെറിയൊരു തട്ടുകടയാണ്. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബെഞ്ചിൽ ഞങ്ങളിരുന്നു. അണ്ണാ, 2 ടീ. ആ, മീഡിയം കടുപ്പത്തിൽ ഒരു ചായ അകത്ത് ചെന്നപ്പോൾ തന്നെ അത്ര നേരത്തെ ലോങ് ഡ്രൈവിൻ്റെ ക്ഷീണം മാറി. നല്ല അടിപൊളി ചായ അല്ലേ സാദി? ഇവരെന്തോ പൊടിക്ക് ചേർക്കുന്നുണ്ട്, അതാ ഇത്ര ടേസ്റ്റ്. ചായയുടെ പൈസ കൊടുത്ത് ഞാൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. അണ്ണാ, മാരിയമ്മൻ കോവിൽക്ക് എவ்வளோ ദൂരം ഇരിക്കാ? 2 മണിക്കൂർ അങ്ങ് പോയിടலாம். ஏதாவது ஷார்ட்கட் இருக்கா? இருக்க, ஆனால் ரோடு ரொம்ப மோசம் தம்பி. அப்படியா? என்ன வேண்டாம். ஓகே, ரொம்ப நன்றி அண்ணா. சரிங்க, പോയി മുടിച്ചിട്ട് വാ. ഓക്കെ. കുറച്ച് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തോട്ടത്തിനടുത്തെത്തി. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ മുന്തിരിത്തോട്ടത്തിന് നടുവിലൂടെയാണ് വഴി. പാകമായ മുന്തിരിക്കുലകൾ കണ്ടപ്പോൾ വായിൽ വെള്ളമൂറി. 1/2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകണം, എന്നാലേ ബംഗ്ലാവിലെത്താൻ പറ്റൂ. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഞങ്ങളെ കാത്തിട്ടെന്ന വണ്ണം അതിൻ്റെ ഓണർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അയാളുടെ ഡ്രൈവർ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, അണ്ണേ, അത് സാറും അമ്മാവും വന്നാച്ച്. ഞങ്ങൾ അകത്തേക്ക് നോക്കി. അയാൾ വിളിച്ചതും എൻ്റെ വാപ്പിച്ചിയുടെ പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. വന്നിട്ടാ, കയറുവാ. യാത്രയൊക്കെ എപ്പിടി ഇருக்கு? நல்லா இருக்கு. இப்போ சாப்பாடு வீட்டில் നിന്ന് കൊണ്ടുവച്ചിருக்கே. നാളെ കാലം എന്നെ വേണമെന്ന് ചൊല്ലിയാൽ അത് മട്ടും സമ്മതിച്ച് കൊടുത്തുവിടാം. ഇന്നേക്ക് കൊണ്ടുവന്ന ഫുഡ് മട്ടും തന്നെ ഇരിക്കട്ടോ. നാളേക്ക് ഞങ്ങൾ പ്രിപ്പയർ பண்ணலாம். അമ്മാവോട് ഇഷ്ടം. അമ്മ മൊത്തം പൊടിയായിருக்கு. രാവിലെ താനാ നിങ്ങൾ വന്ന കാര്യം ചൊല്ലിയിருக்கு. അത് വന്ന് ഹാളും കിച്ചനും ഒരു റൂമും ക്ലീൻ பண்ணிட்டு. ഒരു റൂമോ? അത് പോരെയാ? അസീസണ്ണൻ ചൊല്ലിയാച്ച് അവിടെ കുളന്തോടെ പുരുഷനും മട്ടുണ്ടാ വരുവാന്ന് ചൊല്ലിയേ. എന്നാച്ച്? അതല്ലേ, ചിലപ്പോൾ അവളുടെ ഫ്രണ്ട് വരും. അനാ ഉറപ്പില്ലേ, അതാ അവൾ ചൊന്നെ. എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞ കള്ളം അവളും തലയാട്ടി സമ്മതിച്ചു. അപ്പടിയാ, അത് പ്രശ്നമില്ലേ, നാളെ കാലം വന്ന് ക്ലീൻ പണിടും. അപ്പോൾ എല്ലാം ഓക്കെ താനേ, ഞാൻ പോയി വരേ. ഓക്കെ. യാത്ര പറഞ്ഞ് അയാൾ പോയി. തിരിഞ്ഞവളി നോക്കുമ്പോൾ അവൾ നിന്നിരം ശൂന്യം. ഡീ, അകത്ത് കയറിയതും ഞാൻ കണ്ടു റൂമിൽ കയറി വാതിലടയ്ക്കുന്ന അവൾ. ഡീ, റൂം എനിക്ക് വേണമെങ്കിൽ പോയി ഹാളിൽ കിടന്നു. ഹാളിൽ എൻ്റെ പട്ടി കിടക്കും. ആര് കിടന്നാലും കുഴപ്പമില്ല, ഞാൻ റൂമിൽ കിടക്കും. ഞാനും. ഓവ്വ, നീ ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങുമല്ലോ, ഞാൻ അപ്പം പിടിച്ചോളാം.
ഡോർ കുറ്റിയിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷായി. ഒരു ടോപ്പും ഒരു പലാസ പാൻറ്റും എടുത്തിട്ടു. മുടി കോതി വിടർത്തി അഴിച്ചിട്ട് ഒരു ഷാളും ഇട്ട് ഞാൻ പുറത്തിറങ്ങി. റൂമിന് പുറത്തിറങ്ങിയിട്ടും സാദിയെ കണ്ടില്ല. സാദി, സാദി, ഹൈറു, ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ? ദേ ഫ്രണ്ടില്, ഇങ്ങോട്ട് വാ. മഞ്ഞ് മൂടി തുടങ്ങി, അതുപോലെ തണുപ്പും കൂടി വരിക. ഞാൻ മുറ്റത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ മുറ്റത്ത് 2 കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. നടുവിലായി കുറച്ച് വിറകുകളൊക്കെ കൂട്ടിയിട്ട് തീ കത്തിക്കുകയാണ് സാദി. സാദി, ആ നീ ഇവിടെ വന്നിരിക്കുക. എന്തിനാ സാദി ഇവിടെ വന്നിരിക്കുന്നത്? ഓ, എന്തൊരു തണുപ്പാണ് ഇവിടെ. ഇട്ടിരിക്കുന്ന ഷാൾ ഒന്നുകൂടി പുതച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. നീ ഇവിടെ ഇരിക്കേ, എന്നെ കസേരയിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് സാദി പറഞ്ഞു. ഈ മഞ്ഞൊരു സുഖമല്ലേ? പിന്നെ ഭയങ്കര സുഖ. നാളെ പനി പിടിച്ച് കിടക്കാനും നല്ല സുഖമായിരിക്കും. അതും ഒരു സുഖമാണ്, നീയും കൂടെ ഉണ്ടായാൽ മതി. അയ്യടാ, കുളിയൊക്കെ കഴിഞ്ഞോ? കോമൺ ബാത്റൂം ഉണ്ടായിരുന്നു ഹാളിൽ. ഹൈറു, നീ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? എനിക്കിപ്പോൾ ജീവിതത്തെപ്പറ്റി ഒരു മുൻധാരണയില്ല സാദി. അതതിൻ്റെ വഴിക്കൊന്ന് പോട്ടെ. പ്രതീക്ഷകളൊന്നും ഇപ്പം ഇല്ല. പേടിയാ പ്രതീക്ഷിക്കാനൊക്കെ. എന്തിന്? എൻ്റെ ചിന്തകളിലെല്ലാം നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ നിറമുള്ള കാഴ്ചകളാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി ഇവിടെ വരണം. അന്നും ഇതുപോലെ മഞ്ഞുകണങ്ങൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് കൈകോർത്ത് പിടിച്ച് നമുക്ക് ആസ്വദിക്കണം. മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ മുന്തിയുടെ വീര്യം നിറഞ്ഞ് നമുക്കൊരു മെയ്യാവണം. ദൈവത്തിൻ്റെ മന്ദഹാസം നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ, അതിൻ്റെ നടുവിൽ ഒരു വള്ളിക്കുടിൽ കെട്ടണം. രാത്രിയുടെ യാമങ്ങളിൽ മുന്തിരിയുടെ സുഗന്ധ നിശ്വാസങ്ങൾ നമ്മളെ ഉന്മാദം നിറയ്ക്കണം. ഇളങ്കാറ്റുകൾ അവിടെ മുന്തിരിച്ചാറ് നിറഞ്ഞ് ഒളിച്ചും പാത്തും നമ്മെ തഴുകിക്കടന്നു പോകുമ്പോൾ ഈ രാത്രിയിലെ സുന്ദര നിമിഷങ്ങൾ അവസാനിക്കരുതെന്ന് നമുക്ക് തോന്നണം. പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് ആസ്വദിക്കണം. പ്രണയസങ്കല്പങ്ങൾ നിറഞ്ഞ മുന്തിരിത്തോട്ടങ്ങളിൽ നമുക്ക് രാപ്പാർക്കാം, മരണം വരെ. സാദി, എന്താണ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ? അതേലോ, നിനക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ ഹൈറു? ഉറവ് പറ്റിയൊരു തടാകം പോലെയാ സാദി എൻ്റെ മനസ്സ്. പക്ഷേ ഇപ്പം അതൊക്കെ മാറിയിട്ടോ. ഇപ്പം ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. സാദിയോടൊപ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞൊരു ജീവിതം. പിന്നെ സാദി, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യണം കേട്ടോ. സാദിയോടൊപ്പം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്കങ്ങനെ ഫ്രീ ബേഡ്സായിട്ട് പാറിപ്പറന്ന് നടക്കണം. മലമുകളിൽ കയറണം, കുന്നിച്ചെരുവിൽ താമസിക്കണം, കൈകോർത്ത് പിടിച്ച് ഉദയവും അസ്തമയവും ഒക്കെ കാണണം. പിന്നെ അങ്ങനെ കുറേ മോഹങ്ങൾ. എന്നിട്ടാണോ നിനക്ക് ഒരു സ്വപ്നവും ഇല്ലെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ സാദി, ആഗ്രഹിക്കാനും സ്വപ്നം കാണുവാനും ഒക്കെ പേടിയാണ്. സാദി എന്നോട് പണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കൂട്ടിവെച്ച കുറച്ച് മോഹങ്ങളാണ് ഇതൊക്കെ. ഒക്കെ നടക്കും ഹൈറു. കുറേ വിഷമം തന്നതല്ലേ പഠിച്ചോ. ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള നാളുകളാണ്. തുടരും.